വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് വിക്ടോറിയൻ പീരീഡിലെ ക്യൂൺ വിക്ടോറിയ, ബെഞ്ചമിൻ ഡിസ്രായലി, ഗവൺമെൻറ് റിഫോം ആക്ട് ആൻഡ് ദ ബിഗിനിങ് ഓഫ് ദ ഡെമോക്രസി. ഈ ഒരു ടോപ്പിക്സ് ഒക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ക്യൂൺ വിക്ടോറിയയുടെ ഭരണകാലം എന്നുള്ളത് എ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ആൻഡ് എക്സ്പാൻഷൻ ഇൻ ബ്രിട്ടൻ ആൻഡ് ദ വേൾഡ്. ആ ഒരു രാജ്ഞിയുടെ ഭരണം എന്നുള്ളത് ദ റൈസ് ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ, ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് നോട്ടബിൾ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ റിഫോംസ്, കീ ആസ്പെക്ട്സ് ഓഫ് ക്യൂൺ വിക്ടോറിയസ് റീജിയൻ ആൻഡ് ദ വിക്ടോറിയൻ ഇറ, അസഷൻ ടു ദ ത്രോൺ. വിക്ടോറിയ എന്നുള്ളത് ബിക്കം ക്യൂൺ അറ്റ് ദ ഏജ് ഓഫ് 8. 1837 18-ാം വയസ്സിലാണ് വിക്ടോറിയ ക്യൂൺ ആവുന്നുള്ളത്. ഫോളോയിങ് ദ ഡെത്ത് ഓഫ് ഹെർ അങ്കിൾ കിങ് വില്യം, ഹെർ റീജിയൻ ലാസ്റ്റഡ് ഫോർ ഓവർ 63 years, മേക്കിംഗ് ഇറ്റ് വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് ഇൻ ബ്രിട്ടീഷ് ഹിസ്റ്ററി. ബ്രിട്ടീഷ് ഹിസ്റ്ററിയിൽ തന്നെ ലോങ്ങസ്റ്റ് ഭരണകാലമായിരുന്നു ബ്രിട്ടീഷ് എംപയർ. വിക്ടോറിയൻ ഇറ എന്നുള്ളത് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ സിഗ്നിഫിക്കൻറ്റ് എക്സ്പാൻഷൻ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ വിത്ത് ബ്രിട്ടൻ ബിക്കമിങ് എ ഗ്ലോബൽ പവർ. ഈ ഒരു സമയത്താണ് ബ്രിട്ടൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഗ്ലോബൽ പവറായി മാറുന്നുള്ളത്. ഈ ഒരു പീരീഡിൽ പെട്ടെന്നുള്ളൊരു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കാണാൻ പറ്റുന്നുണ്ട്. അർബനൈസേഷൻ, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഒക്കെ ഈ ഒരു പീരീഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോഷ്യൽ റിഫോംസ്, ദർ വർ എഫേർട്സ് ടു ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്. റോൾ ഓഫ് ദ മൊണാർക്ക്. വിക്ടോറിയ എന്നുള്ളത് സെർവ്ഡ് ആസ് എ ഫിഗർ ഹെഡ്. ഹെർ റീജിയൻ വാസ് എ പീരീഡ് ഓഫ് ഗ്രേറ്റ് ചേഞ്ച് ആൻഡ് ഇൻഫ്ലുവൻസ്. ആ ഒരു ഭരണകാലം എന്നുള്ളത് എ പീരീഡ് ഓഫ് ഗ്രേറ്റ് ചേഞ്ച് ആൻഡ് ഇൻഫ്ലുവൻസ് ഓൺ യൂറോപ്യൻ മൊണാർക്കീസ്. ക്യൂൺ വിക്ടോറിയ ആൻഡ് പ്രിൻസ് ആൽബർട്ട്സ് ചിൽഡ്രൻ മാരീഡ് ഇൻ ടു മെനി യൂറോപ്യൻ റോയൽ ഫാമിലീസ്, മേക്കിംഗ് വിക്ടോറിയ ദ ഗ്രാൻഡ് മദർ ഓഫ് യൂറോപ്പ്. മോർണിംഗ് ആഫ്റ്റർ ആൽബർട്ട്സ് ഡെത്ത്. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹെർ ഹസ്ബൻഡ് പ്രിൻസ് ആൽബർട്ട്, വിക്ടോറിയ എന്ത് ചെയ്യുന്നുണ്ട്, വോർ ബ്ലാക്ക് ഫോർ ദ റെസ്റ്റ് ഓഫ് ഹെർ ലൈഫ് ആൻഡ് വിഡ്രോ സംവാട്ട് ഫ്രം പബ്ലിക് ലൈഫ്. ക്യൂൺ വിക്ടോറിയയുടെയും പ്രിൻസ് ആൽബർട്ടിൻ്റെയും ചിൽഡ്രൻസ് മെനി യൂറോപ്യൻ റോയൽ ഫാമിലീസിലേക്ക് കല്യാണം കഴിഞ്ഞത് കാരണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വിക്ടോറിയ എന്നുള്ളത് മേക്കിംഗ് ദ ഗ്രാൻഡ് മദർ ഓഫ് യൂറോപ്പായിട്ടാണ് മാറുന്നുള്ളത്. ബെഞ്ചമിൻ ഡിസ്രായലി എന്നുള്ളത് ബ്രിട്ടീഷ് സ്റ്റേറ്റ്മാനാണ്, കൺസർവേറ്റീവ് പൊളിറ്റീഷ്യനാണ്, റൈറ്ററാണ്. 2 പ്രാവശ്യം യുണൈറ്റഡ് കിങ്ഡത്തിൽ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ട്. അദ്ദേഹം പ്ലേഡ് എ സെൻട്രൽ റോൾ ഇൻ ദ ക്രിയേഷൻ ഓഫ് ദ മോഡേൺ കൺസർവേറ്റീവ് പാർട്ടി, ഡിഫൈനിങ് ഇറ്റ്സ് പോളിസീസ് ആൻഡ് ഇറ്റ്സ് ബ്രോഡ് ഔട്ട്റീച്ച്. Victorian era say a constitutional monarchy with the monarch, the House of Lords and the House of Commons as the key components of government. House of Commons എന്ത് ചെയ്യുന്നുണ്ട്, become the primary center of power, while the House of Lords influence എന്നുള്ളത് diminished according to Britannica. The monarchy, though still influential, transitioned into a symbol of the nation. British constitution, unwritten combined laws and conventions. Key features of the government. Constitutional monarchy. Queen എന്നുള്ളത് was the head of state, but the power rested with parliament. House of Commons എന്നുള്ളത് main legislative body, where representatives from various regions were elected. House of Lords എന്നുള്ളത് upper chamber with hereditary and appointed members. Its power gradually decreased. Dominance of aristocratic men. The government എന്ത് ചെയ്യുന്നുണ്ട് was largely controlled by men from the aristocratic class. 2-party system. കൺസർവേറ്റീവ് ആൻഡ് ലിബറൽ പാർട്ടീസ് എമേർജ് ചെയ്യുന്നുണ്ട് ആസ് ദ ഡോമിനൻറ്റ് ഫോഴ്സസ് ഇൻ പൊളിറ്റിക്സ്. പൊളിറ്റിക്സിൽ ഡോമിനൻറ്റ് ഫോഴ്സ് ആയിട്ടാണ് ഈ 2 പാർട്ടീസും എമേർജ് ആയിട്ടുള്ളത്. പ്രൈം മിനിസ്റ്റേഴ്സ് ഇൻഫ്ലുവൻഷ്യൽ ഫിഗേഴ്സ് ആയിട്ടുള്ള വില്യം ഗ്ലാഡ്സ്റ്റോൺ, ബെഞ്ചമിൻ ഡിസ്രായലി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പോളിസീസ് അതുപോലെ തന്നെ റിഫോംസ് ഷേപ്പ് ചെയ്യുന്നുണ്ട്. Victorian era saw gradual but significant progress towards democracy in Britain, largely through a series of reform acts. ഈ ഒരു ആക്ട് എന്നുള്ളത് broadened an electorate, though it did not grant universal suffrage, and also addressed the issue of uneven representation by redistributing parliamentary seats. Subsequent reforms included ആണ് സെക്കൻഡ് റിഫോം ആക്ടും അതുപോലെ തന്നെ തേർഡ് റിഫോം ആക്ടും. further expanded the franchise and equalizer representation, lead ചെയ്യുന്നുള്ളത് to a more democratic and representative system.
ഗ്രേറ്റ് റിഫോം ആക്ട് എന്നുള്ളത് ദിസ് ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻ വാസ് എ റെസ്പോണ്ട് ടു ദ ഗ്രോയിങ് ഡിമാൻഡ് ഫോർ പാർലമെൻ്ററി റിഫോം പെർട്ടിക്കുലർലി ഫ്രം ദ bargaining middle class and the industrial working class. It extended the franchise to a broader segment of the male population by lowering property qualification and abolishing rotten boroughs. അതെന്ന് വെച്ചാൽ വേറെ ഫ്യൂ ലാൻഡ് ഓണേഴ്സ് കൺട്രോൾഡ് റിപ്രസെൻറ്റേഷൻ. ഇനി സബ്സിക്വൻറ്റ് റിഫോം ആക്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ദ സെക്കൻഡ് റിഫോം ആക്ട് ഫെർദർ വൈഡൻ ദ ഫ്രാഞ്ചൈസ് എക്സ്റ്റെൻഡിങ് ഇറ്റ് ടു മെനി വർക്കിംഗ് ക്ലാസ് മെൻ ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ്. The third Reform Act എന്നുള്ളത് along with the redistribution of seats act extended the franchise to include many agricultural workers and equalized representation across the country, addressing the unequal distribution of seats. The role of gradualism. Victorian era was a deliberate and incremental approach to democratic reform rather than a sudden revolution. This gradualism was driven by a combination of social and political pressures, as well as a desire to avoid radical upheaval. പെട്ടെന്നുള്ള പ്രക്ഷോഭങ്ങൾ തടയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ലിമിറ്റേഷൻസ്. വൈൽ ദിസ് റിഫോംസ് എന്ത് ചെയ്യുന്നുണ്ട്, സിഗ്നിഫിക്കൻ്റ്ലി ബ്രോഡൻ ദ ഇലക്ട്രേറ്റ് ആൻഡ് ഇംപ്രൂവ്ഡ് റിപ്രസെൻറ്റേഷൻ, ദേ സ്റ്റിൽ ഫെൽ ഷോർട്ട് ഓഫ് യൂണിവേഴ്സൽ സഫ്രേജ് വിച്ച് വാസ് നോട്ട് ഫുള്ളി അച്ചീവ്ഡ് അൻറ്റിൽ ദ 20th century. 1928 ഈക്വൽ ഫ്രാഞ്ചൈസ് ആക്ട് വരുന്നത് വരെയും വുമൺ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, റൈറ്റ് ടു വോട്ട് എന്നുള്ള ആ ഒരു അവകാശം, വോട്ടിനുള്ള ആ ഒരു അവകാശം നൽകിയിരുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക.